Hello students, welcome back to Plus 2 Economics Online Classroom. Previous ക്ലാസ്സിൽ ഷോർട്ട് റൺ കോസ്റ്റുകളെ കുറിച്ച് ഹ്രസ്വകാല ചെലവുകളെ കുറിച്ച് മുഴുവനായി പഠിച്ചു കഴിഞ്ഞു. എന്തൊക്കെ പഠിച്ചു? ഡെഫിനീഷൻസ് പഠിച്ചു, ഇക്വേഷൻസ് പഠിച്ചു, ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലം ചെയ്യാൻ പഠിച്ചു, ദെൻ കർവുകൾ പഠിച്ചു, വക്രങ്ങൾ പഠിച്ചു അല്ലേ? ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നത് ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ടേബിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഓരോ കോളങ്ങളുടെ മുകളിലും ഇക്വേഷൻസ് എഴുതി വെക്കുക. അപ്പോൾ എല്ലാവരും ഇക്വേഷൻസ് റിമൈൻഡ് ചെയ്തിട്ടൊന്ന് പറഞ്ഞു നോക്കിക്കേ. ശ്രദ്ധിച്ചോളൂ. ടി സി എങ്ങനെ കണ്ടുപിടിക്കാം? ടി എഫ് സി പ്ലസ് ടി വി സി. ദെൻ ടി എഫ് സി എങ്ങനെ കണ്ടുപിടിക്കാം? ടി സി മൈനസ് ടി വി സി. നെക്സ്റ്റ് ടി വി സി എങ്ങനെ കണ്ടുപിടിക്കാം? ടി സി മൈനസ് ടി എഫ് സി. നെക്സ്റ്റ് എ എഫ് സി എങ്ങനെ കണ്ടുപിടിക്കാം? ടി എഫ് സി ഡിവൈഡഡ് ബൈ ക്യൂ. എ വി സി എങ്ങനെ കണ്ടുപിടിക്കാം? ടി വി സി ഡിവൈഡഡ് ബൈ ക്യൂ. നെക്സ്റ്റ് എസ് എ സി എങ്ങനെ കണ്ടുപിടിക്കാം? ടി സി ഡിവൈഡഡ് ബൈ ക്യൂ. ഫൈനലി എസ് എം സി എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൽറ്റ ടി സി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ക്യൂ. എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഓക്കെ, ടേബിള് ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും തോറും, ഉൽപ്പന്നത്തിന്റെ അളവ് വർദ്ധിക്കും തോറും ഈ ഓരോ കോസ്റ്റുകൾക്കും എന്ത് മാറ്റമാണ് വരുന്നത് എന്ന് നോക്കാം. പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ്, ഒന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, ആദ്യം നമുക്ക് ടോട്ടൽ കോസ്റ്റ് ടി സി മൊത്തം ചെലവെടുക്കാം. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും തോറും, ഉൽപ്പന്നത്തിന്റെ അളവ് വർദ്ധിക്കും തോറും ടി സിക്ക് എന്ത് മാറ്റം വരുന്നു? ടി സി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ടി സി കർവിന്റെ ഷേപ്പ് എന്തായിരുന്നു? യെസ്, ഇൻവേർട്ടഡ് എസ് ഷേപ്പ്, തലതിരിഞ്ഞ എസ് ആകൃതിയാണ്. പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് ടി എഫ് സി നോക്കാം. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്, മൊത്തം സ്ഥിര ചെലവ്. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും തോറും, ഉൽപ്പന്നത്തിന്റെ അളവ് വർദ്ധിക്കും തോറും ടി എഫ് സിക്ക് എന്ത് മാറ്റമാണ് വരുന്നത്? ഒരു മാറ്റം വരുന്നില്ല, അത് ഫിക്സ്ഡ് ആണ് അല്ലെ, മാറ്റമില്ലാതെ നിൽക്കുന്നു. നമുക്കറിയാം ഉൽപ്പന്നത്തിന്റെ അളവ് മാറിയാലും മാറിയിട്ടില്ലെങ്കിലും ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് അത് സ്ഥിരമായിരിക്കും അല്ലെ, മാറ്റമില്ലാതെ നിൽക്കുന്നതായിരിക്കും. പഠിച്ചു. ടി എഫ് സി കർവിന്റെ ഷേപ്പ് എന്തായിരുന്നു? ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ സ്ട്രൈക്ക് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ടുള്ള ഒരു നേർരേഖയാണ് ടി എഫ് സി വക്രം. അത് പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് ടി വി സി, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, മൊത്തം വിഭേദക ചെലവ്. എന്ത് മാറ്റം വരും? ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും തോറും ടി വി സി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ, ടി വി സിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയുന്ന കാര്യമാണ്. ടി വി സി കർവിന്റെ ഷേപ്പ് എന്തായിരുന്നു? ഇറ്റ് ഈസ് ഓൾസോ ഇൻവേർട്ടഡ് എസ് ഷേപ്പ്, തലതിരിഞ്ഞ എസ് ആകൃതിയാണ്. എല്ലാം നമുക്ക് അറിയാം. നെക്സ്റ്റ് എ എഫ് സി, ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ്, ശരാശരി സ്ഥിര ചെലവ്. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും തോറും എ എഫ് സി എന്ത് സംഭവിക്കുന്നു? എ എഫ് സി കുറഞ്ഞു കുറഞ്ഞു വരുന്നു അല്ലെ, ഡിക്രീസ് ചെയ്യുന്നു. ബട്ട് നെവർ ബിക്കം സീറോ. ഒരിക്കലും എ എഫ് സി പൂജ്യമാവില്ല. നമുക്കറിയാം. എന്തുകൊണ്ടാ? എ എഫ് സി എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് കോസ്റ്റ് ആണ്, സ്ഥിര ചെലവാണ്. ഔട്ട്പുട്ട് സീറോ ആണെങ്കിൽ പോലും, ഉൽപ്പന്നം പൂജ്യമാണെങ്കിൽ പോലും അവിടെ സെർട്ടൻ എമൗണ്ട് ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടായിരിക്കും അല്ലെ, അവിടെ സ്ഥിര ചെലവുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് എ എഫ് സി ഒരിക്കലും സീറോ ആവില്ല. പഠിച്ചു. എ എഫ് സി കർവിന്റെ ഷേപ്പിന് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? റെക്ടാങ്കുലർ ഹൈപ്പർബോള അല്ലെ. എ എഫ് സി കർവിന്റെ ഷേപ്പിനെ എന്ത് പറയുന്നു? റെക്ടാങ്കുലർ ഹൈപ്പർബോള. പഠിച്ചു. നെക്സ്റ്റ് എ വി സി നോക്കാം. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും തോറും എ വി സിക്ക്, ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ശരാശരി വിഭേദക ചെലവിന് എന്ത് മാറ്റം വരുന്നു? ഇനീഷ്യലി ഡിക്ലൈനിങ് ഓർ ഡിക്രീസിങ്, തുടക്കത്തിൽ കുറയുന്നു. ഓക്കെ ആണല്ലോ, നമുക്കറിയാം. പിന്നെ എന്ത് സംഭവിക്കുന്നു? റീച്ചസ് ഇറ്റ്സ് മിനിമം. നിങ്ങൾ നോക്കിക്കേ, ഈ പോയിന്റിൽ വെച്ച് ഔട്ട്പുട്ട് 2 ആയ സമയത്ത് നോക്കിക്കേ, എ ബി സി 14 ഇവിടെ വെച്ച് മിനിമത്തിലെത്തി. പിന്നീട് എന്ത് സംഭവിച്ചു? thereafter എ ബി സി ഇൻക്രീസിങ്, 14 മുതൽ പിന്നെ അങ്ങോട്ട് വർദ്ധിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ആദ്യം
കുറഞ്ഞു, പിന്നെ മിനിമത്തിലെത്തി, പിന്നെ വീണ്ടും വർദ്ധിച്ചു, ഇൻക്രീസ് ചെയ്തു. ഇതുകൊണ്ടാണ് ABC കർവ് യു ഷേപ്ഡ് ആയിട്ടിരിക്കാൻ കാരണം, യു ആകൃതിയിൽ ഇരിക്കാൻ കാരണം. പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് SAC. നോക്കിക്കേ, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്തോറും SACക്ക് എന്ത് സംഭവിക്കുന്നു? SACയും ഇനീഷ്യലി കുറയുന്നു, തുടക്കത്തിൽ കുറഞ്ഞു കുറഞ്ഞ് വരുന്നു. നിങ്ങൾ നോക്കിക്കേ, അതായത് 36.6 ഇവിടെ വെച്ച് മിനിമത്തിലാവുന്നു അല്ലെ. ആദ്യം കുറഞ്ഞു വരുന്നു, എന്നിട്ട് അതിന്റെ മിനിമം പോയിന്റിലെത്തുന്നു, അതിനുശേഷം വീണ്ടും SAC ഇൻക്രീസ് ചെയ്യുന്നു, വർദ്ധിക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം കുറയുന്നു, പിന്നീട് മിനിമത്തിലെത്തുന്നു, പിന്നെ വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു, വർദ്ധിക്കുന്നു. ഇതുകൊണ്ടാണ് SAC കർവും യു ഷേപ്ഡ് ആയിട്ടിരിക്കാൻ കാരണം, യു ആകൃതിയിൽ ഇരിക്കാൻ കാരണം. പഠിച്ചു. ഫൈനലി SMC, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്, ഹ്രസ്വകാല സീമാന്ത ചെലവ്. എങ്ങനെ കണ്ടുപിടിക്കുക? സിമ്പിൾ ആണ്, നേരത്തെ പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഔട്ട്പുട്ട് 0 ആണെങ്കിൽ SMC ഉണ്ടാകില്ല, നില്ലായിരിക്കും, നമ്മൾ പഠിച്ചു. ഇനി അതിനുശേഷം എങ്ങനെ കണ്ടുപിടിക്കാം? ഓരോ TCയിൽ നിന്നും തൊട്ട് മുൻപുള്ള TC മൈനസ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ TC ഇതാണല്ലോ, 70 നിന്ന് 50 കുറയ്ക്കുക 20, 78 നിന്ന് 70 കുറയ്ക്കുക എത്രയാ? 8. നെക്സ്റ്റ് 110 നിന്നും 78 കുറയ്ക്കുക 32, 150 നിന്നും 110 കുറയ്ക്കുക എത്ര കിട്ടും? 40. 220 നിന്നും 150 കുറയ്ക്കുക 70, 300 നിന്നും 220 കുറയ്ക്കുക 80. ഫൈനലി 390 നിന്നും 300 കുറയ്ക്കുക 90. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. SMC എന്ത് സംഭവിക്കുന്നു? ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും തോറും SMCയും ഇനീഷ്യലി കുറയുന്നു, തുടക്കത്തിൽ കുറയുന്നു, എന്നിട്ടോ അതിന്റെ മിനിമത്തിലെത്തുന്നു. കണ്ടോ, ഇവിടെ വെച്ച് മിനിമത്തിലെത്തി, അതിനുശേഷം വീണ്ടും SMC ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി, വർദ്ധിക്കാൻ തുടങ്ങി. ഇതുകൊണ്ടാണ് SMC കർവും യു ഷേപ്ഡ് ആയിട്ടിരിക്കാൻ കാരണം, യു ആകൃതിയിൽ ഇരിക്കാൻ കാരണം. പഠിച്ചല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്ത് നമ്മൾ എടുത്തു. ഇനി ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ്, ABC, SAC ആൻഡ് SMC കർവ്സ് ആർ യു ഷേപ്ഡ് കർവ്. ABC, SAC, SMC വക്രങ്ങൾ യു ആകൃതിയിലുള്ള വക്രങ്ങളാണ്, നമുക്കറിയാം. ദിസ് റിഫ്ലെക്ട്സ് ദാറ്റ് ദി ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ. ഇത് വിഭേദകാനുപാത നിയമത്തെ കാണിക്കുന്നു. ആ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് 1 വേർഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യം കൂടെയാണ്. അതായത് ABC, SAC, SMC കർവുകളുടെ യു ഷേപ്പ്, യു ആകൃതി എന്തിനെ കാണിക്കുന്നു? ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ, വിഭേദകാനുപാത നിയമത്തെയാണ് കാണിക്കുന്നത്. 1 മാർക്കിന് വരുന്ന ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഡിസ്കസ് ചെയ്യുന്നത് ഈ പാർട്ടിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ടോപ്പിക്കിന്റെ പേര് ശ്രദ്ധിച്ചോളൂ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ SAC ആൻഡ് SMC. SACയും SMCയും തമ്മിലുള്ള ബന്ധം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് 3 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന ചോദ്യം കൂടെയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ഓക്കെ, ഡയഗ്രാം ശ്രദ്ധിച്ചോളൂ. ഇവിടെ SAC അതുപോലെ SMC വക്രവും ഞാൻ ഒരുമിച്ചാണ് വരച്ചിട്ടുള്ളത്. SAC കർവും SMC കർവും ഒരുമിച്ചാണ് ഈ ഡയഗ്രത്തിൽ വരച്ചിട്ടുള്ളത്. ഓക്കെ, ഹിയർ X ആക്സിസ് റെപ്രസെന്റ് യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട്, ഉൽപ്പന്നത്തിന്റെ അളവാണ്. Y ആക്സിസ് റെപ്രസെന്റ് SAC ആൻഡ് SMC, കാരണം SAC ആൻഡ് SMC കർവുകളാണ് വരച്ചിട്ടുള്ളത്. ഓക്കെ, റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ ഡയഗ്രാം വരച്ചു വെക്കുക. SACയും SMCയും ഒരുമിച്ച് വരുന്ന ഡയഗ്രാം വരച്ചു വെക്കുക. എന്നിട്ട് വേണം നിങ്ങൾ റിലേഷൻഷിപ്പ് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. There are 5 relationship between SAC and SMC. SACയും SMCയും തമ്മിൽ 5 ബന്ധമാണ് ഉള്ളത്. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഫസ്റ്റ് റിലേഷൻ ശ്രദ്ധിച്ചോളൂ. ബോത്ത് AC ആൻഡ് MC കർവ്സ് ആർ യു ഷേപ്ഡ് കർവ്. AC വക്രവും MC വക്രവും യു ആകൃതിയിലുള്ളതാണ്. ശരിയാണല്ലോ, സിമ്പിൾ ആണ്, പഠിച്ചു കഴിഞ്ഞു. നോക്കിക്കേ, AC കർവും MC കർവും, 2 കർവുകളും ഏത് ഷേപ്പാണ്? യു ഷേപ്ഡ് ആണ് അല്ലെ, യു ആകൃതിയിലുള്ള കർവുകളാണ്. പഠിച്ചു. ഒന്നാമത്തെ റിലേഷൻ പഠിച്ചു.
രണ്ടാമത്തെ റിലേഷൻ നോക്കിക്കോളൂ. ഇനീഷ്യലി ബോത്ത് AC ആൻഡ് MC ഡിക്ലൈനിങ് ഓർ ഡിക്രീസിങ്, then reaches its minimum, thereafter starts to rising. തുടക്കത്തിൽ AC-യും MC-യും കുറയാൻ തുടങ്ങുന്നു, എന്നിട്ട് അത് എവിടെ എത്തുന്നു? മിനിമം പോയിന്റിൽ എത്തുന്നു, അതിനുശേഷം വർദ്ധിക്കാൻ തുടങ്ങുന്നു. ശരിയാണല്ലോ? ഡയഗ്രത്തിലേക്ക് നോക്കിക്കേ. തുടക്കത്തിൽ AC-യും MC-യും കുറയാൻ തുടങ്ങുന്നു അല്ലെ, ഡിക്ലൈനിങ് ആണ്, ഡിക്രീസിങ് ആണ്. അതിനുശേഷം മിനിമം പോയിന്റിൽ എത്തുന്നു. ഓക്കെ, അതിന്റെ ഏറ്റവും താഴെ ഭാഗത്തെത്തുന്നു. അതിനുശേഷം വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു. കണ്ടില്ലേ? വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു. രണ്ടാമത്തെ റിലേഷൻ പഠിച്ചു. ഓക്കെ, മൂന്നാമത്തെ റിലേഷൻ ശ്രദ്ധിച്ചോളൂ. വെൻ AC falls, MC will be less than AC. ശരിയാണല്ലോ? AC കുറയുമ്പോൾ MC-യുടെ സ്ഥാനം AC-യേക്കാൾ താഴെയായിരിക്കും. ശ്രദ്ധിച്ചേ, ഇതാ AC കുറയുന്നു. AC കുറയുമ്പോൾ MC-യും കുറയുന്നുണ്ട്. എന്നാൽ MC-യുടെ സ്ഥാനം എവിടെയാണ്? പൊസിഷൻ എവിടെയാണ്? AC-യേക്കാൾ താഴെയാണ്. അതാണ് ഉദ്ദേശിച്ചത്. വെൻ AC falls, MC will be less than AC. AC കുറയുമ്പോൾ MC-യുടെ സ്ഥാനം എവിടെയാണ്? AC-യേക്കാൾ താഴെയാണ്. സിമ്പിൾ ആണല്ലോ? പഠിച്ചു. ഇതുപോലുള്ള ഒരു റിലേഷൻഷിപ്പ് മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതായിരുന്നു? AP MP റിലേഷൻഷിപ്പ് അല്ലെ? എന്നാൽ അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അവിടെ കർവുകൾ യു ഷേപ്ഡ് അല്ല, മറിച്ച് ഇൻവേഴ്സ് യു ഷേപ്ഡ് ആണ് അല്ലെ? തല കീഴായിട്ടുള്ള യു ആകൃതിയാണ്. പഠിച്ചു. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ റിലേഷൻ നമ്മൾ പഠിച്ചു. ഓക്കെ, നാലാമത്തെ റിലേഷൻ ശ്രദ്ധിച്ചോളൂ. വെൻ AC റൈസിംഗ്, MC will be more than AC. AC വർദ്ധിക്കുമ്പോൾ MC-യുടെ സ്ഥാനം AC-യേക്കാൾ മുകളിലായിരിക്കും. സിമ്പിൾ ആണ്. ഡയഗ്രത്തിലേക്ക് നോക്കിക്കേ. ഇതാ ഇവിടെ വെച്ച് AC മിനിമമായി, അതിനുശേഷം AC ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി, വർദ്ധിക്കാൻ തുടങ്ങി. AC വർദ്ധിക്കുമ്പോൾ MC-യും വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ MC-യുടെ സ്ഥാനം എവിടെയാണ്? AC-യേക്കാൾ മുകളിലാണ്. ഓക്കെ ആണോ? അത്രേ ഉള്ളൂ കാര്യം. എപ്പോഴും ഡയഗ്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഡയഗ്രം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ 5 റിലേഷൻഷിപ്പും നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തെടുത്ത് എഴുതാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നാലാമത്തെ റിലേഷൻ എന്തായിരുന്നു? വെൻ AC റൈസ്, MC will be more than AC. AC വർദ്ധിക്കുമ്പോൾ MC AC-യേക്കാൾ മുകളിലായിരിക്കും. പഠിച്ചു. നാലാമത്തെ റിലേഷനും പഠിച്ചു. അഞ്ചാമത്തെ റിലേഷൻ ശ്രദ്ധിച്ചോളൂ. വെൻ AC ഈസ് മിനിമം, AC അതിൻ്റെ മിനിമത്തിലെത്തുമ്പോൾ AC-യും MC-യും തുല്യമാണ്. കണ്ടോ? ഇതാണ് AC കർവ്. AC-യുടെ മിനിമം പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തത് കണ്ടോ? ഇവിടെയാണ്. ഇവിടെ വെച്ച് എന്ത് സംഭവിച്ചു? MC കണ്ടോ? കൂട്ടിമുട്ടി. MC AC-യെ കൂട്ടിമുട്ടി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? AC-യും MC-യും തുല്യമായി എന്നല്ലേ? അതെ. ദാറ്റ് ഈസ് വെൻ AC റീച്ചസ് ഇറ്റ്സ് മിനിമം, AC ഈക്വൽ ടു MC. AC മിനിമത്തിലെത്തുമ്പോൾ അവിടെ വെച്ച് AC-യും MC-യും തുല്യമാകുന്നു. പഠിച്ചു. അവിടെ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ പഠിക്കണം. MC കട്ട് മിനിമം ലെവൽ ഓഫ് AC ഫ്രം ബിലോ. ഓക്കെ, MC വക്രം AC വക്രത്തിന്റെ മിനിമത്തിൽ നിന്നും കട്ട് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോകുന്നു. ഓക്കെ, അതുകൂടെ അവിടെ നിങ്ങൾ പഠിച്ചു വെക്കണം. അഞ്ചാമത്തെ റിലേഷനിൽ 2 പോയിന്റ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഒന്ന് എന്താണ്? വെൻ AC ഈസ് മിനിമം, AC ഈക്വൽ ടു MC. AC-യുടെ മിനിമം പോയിന്റിൽ വെച്ച് AC-യും MC-യും തുല്യമായിരിക്കും. അതിന്റെ കൂടെ വരേണ്ട അടുത്ത പോയിന്റ് എന്താണ്? MC കട്ട്സ് മിനിമം ലെവൽ ഓഫ് AC ഫ്രം ബിലോ. MC വക്രം AC വക്രത്തിന്റെ മിനിമത്തിലൂടെ താഴെ നിന്ന് കട്ട് ചെയ്ത് മുകളിലേക്ക് പോകുന്നു. ഓക്കെ ആണല്ലോ? താഴെ നിന്ന് കട്ട് ചെയ്ത് മുകളിലേക്ക് പോകുന്നു. ഓക്കെ ആണല്ലോ? വളരെ സിമ്പിൾ ആണ്. അപ്പൊ എല്ലാവർക്കും ഈ 5 റിലേഷൻഷിപ്പും അതുപോലെ ഡയഗ്രവും ഓക്കെ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, ഇനി ഡിസ്കസ് ചെയ്യുന്നത് ലോങ് റൺ കോസ്റ്റുകളെ കുറിച്ചാണ്, ദീർഘകാല ചെലവുകളെ കുറിച്ചാണ്. വി നോ ദാറ്റ് ഇൻ ദി ലോങ് റൺ ദർ ഈസ് നോ ഫിക്സ്ഡ് കോസ്റ്റ്. ഓൾ ദി കോസ്റ്റ് ആർ വേരിയബിൾ കോസ്റ്റ്. ദീർഘകാലയളവിൽ സ്ഥിര ചെലവുകൾ ഉണ്ടായിരിക്കില്ല. എല്ലാ ചെലവുകളും വിഭേദക ചെലവുകളായിരിക്കും. നമുക്കറിയുന്ന കാര്യമാണ്. നേരത്തെ നമ്മൾ പഠിച്ചത് ഷോർട്ട് റണ്ണിലെ ആവറേജ് കോസ്റ്റിനെ കുറിച്ചും ഷോർട്ട് റണ്ണിലെ മാർജിനൽ കോസ്റ്റിനെ കുറിച്ചുമായിരുന്നു അല്ലേ?
ഹ്രസ്വകാലയളവിലെ ശരാശരി ചെലവും ഹ്രസ്വകാലയളവിലെ സീമാന്ത ചെലവിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോങ് റൺ ആവറേജ് കോസ്റ്റ് ആൻഡ് ലോങ് റൺ മാർജിനൽ കോസ്റ്റ്. ദീർഘകാലയളവിലെ ശരാശരി ചെലവും ദീർഘകാലയളവിലെ സീമാന്ത ചെലവുമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് പഠിക്കേണ്ടത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലോങ് റൺ ആവറേജ് കോസ്റ്റ് ആൻഡ് ലോങ് റൺ മാർജിനൽ കോസ്റ്റ്. ശ്രദ്ധിക്കണം, LRAC ലോങ് റൺ ആവറേജ് കോസ്റ്റ് ആൻഡ് LRMC ലോങ് റൺ മാർജിനൽ കോസ്റ്റ്. ദീർഘകാല ശരാശരി ചെലവും ദീർഘകാല സീമാന്ത ചെലവും തമ്മിലുള്ള ബന്ധം. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച അതേ പാറ്റേണിൽ തന്നെയാണ്. ഡയഗ്രാം നോക്കുക. ഹിയർ ഹൊറിസോണ്ടൽ ആക്സിസ് റെപ്രസെന്റ് യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട്, ഉൽപ്പന്നത്തിന്റെ അളവാണ്. വെർട്ടിക്കൽ ആക്സിസ് റെപ്രസെന്റ് LRAC ആൻഡ് LRMC, കാരണം അതാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. LRAC ആൻഡ് LRMC കർവുകളാണ് വരച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കിക്കേ, നേരത്തെ വരച്ച അതുപോലെ തന്നെയാണ്, അതേ ഒരു പാറ്റേൺ തന്നെയാണ്. ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയോ? ഇവിടെ LRAC ആൻഡ് LRMC കർവ് കുറച്ചുകൂടെ ഫ്ലാറ്റ് ആണ്, പരന്നിട്ടാണ് ഇരിക്കുന്നത്. നേരത്തെ നമ്മൾ വരച്ച SAC ആൻഡ് SMC കർവുകൾ ഒന്നുകൂടെ അടുത്തേക്കായിരുന്നു നിന്നിരുന്നത്, അല്ലെ? കുറച്ചുകൂടെ ചെറുതായിരുന്നു. എന്നാൽ ഇത് ഫ്ലാറ്റ് ആയിട്ടാണ്, പരന്നിട്ടാണ് ഇരിക്കുന്നത്. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒന്നാമത്തെ റിലേഷൻ സിമ്പിൾ ആണ്. ബോത്ത് LRAC ആൻഡ് LRMC ആർ യു ഷേപ്ഡ് കർവ്. LRAC വക്രവും LRMC വക്രവും യു ഷേപ്ഡ് ആണ്, യു ആകൃതിയിലുള്ള വക്രമാണ്. ദാറ്റ് റിഫ്ലെക്ട്സ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇത് തോതനുസരിച്ചുള്ള പ്രത്യായത്തെയാണ് കാണിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോങ് റൺ ആവറേജ് കോസ്റ്റും ലോങ് റൺ മാർജിനൽ കോസ്റ്റും യു ഷേപ്ഡ് ആയിരിക്കാനുള്ള കാരണം അതെന്തിനെയാണ് കാണിക്കുന്നത്? റിട്ടേൺസ് ടു സ്കെയിലിനെയാണ്, തോതനുസരിച്ചുള്ള പ്രത്യായത്തെയാണ്. എന്നാൽ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും SACയും SMCയും യു ഷേപ്ഡ് ആയിട്ടിരിക്കുന്നു. അതെന്തിനെയാണ് കാണിക്കുന്നത്? ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ ആണ്, വിഭേദകാനുപാത നിയമമാണ്. എന്നാൽ ഇവിടെ LRACയും LRMCയും യു ഷേപ്ഡ് ആയിട്ടിരിക്കുന്നു. അതെന്തിനെയാണ് കാണിക്കുന്നത്? റിട്ടേൺസ് ടു സ്കെയിൽ ആണ്, തോതനുസരിച്ചുള്ള പ്രത്യായമാണ്. രണ്ടു വ്യത്യാസം ഓക്കെയാണല്ലോ, പഠിച്ചിരിക്കണം. എക്സാമിന് വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഒന്നാമത്തെ റിലേഷൻ പഠിച്ചു, സിമ്പിൾ ആണല്ലോ, അത്രേ ഉള്ളൂ. രണ്ടാമത്തെ റിലേഷൻ ശ്രദ്ധിച്ചോളൂ. ഇനീഷ്യലി ബോത്ത് LRAC ആൻഡ് LRMC ഡിക്ലൈനിങ് ഓർ ഡിക്രീസിങ്. തുടക്കത്തിൽ LRACയും LRMCയും കുറയുന്നു. ഡയഗ്രത്തിലേക്ക് നോക്കിക്കേ. തുടക്കത്തിൽ LRACയും LRMCയും കുറയുന്നു, അല്ലെ? രണ്ടുപേരും കുറയുന്നു. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, തോതനുസരിച്ചുള്ള വർദ്ധമാന പ്രത്യായം കൊണ്ടാണ്. അത് പഠിച്ചു വെക്കണം. അപ്പോൾ ഇവിടെ മുതൽ ഇത്രയും വരെ ഭാഗം കണ്ടോ നിങ്ങൾ? ഈ ഭാഗം എന്തിനാണ് കാണിക്കുന്നത്? IRS, ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഡയഗ്രാം ഓർത്തു വെക്കുക. ഓക്കെ, ഓരോ കാര്യങ്ങൾ മാർക്ക് ചെയ്യുക. എന്താണ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ അല്ലെങ്കിൽ തോതനുസരിച്ചുള്ള വർദ്ധമാന പ്രത്യായം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നില്ല, അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. ഓക്കെ ആണല്ലോ? ഇത്ര ഓർത്തു വെക്കുക. ഇത്രയും ഭാഗങ്ങൾ കണ്ടോ? ഇതെന്തിനെയാണ് കാണിക്കുന്നത്? IRS, ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. അതുകൊണ്ടാണ് തുടക്കത്തിൽ LRACയും LRMCയും കുറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നോക്കിയേ നിങ്ങൾ, LRACയുടെ മിനിമം കണ്ടോ? ഇവിടെ വെച്ചിട്ട് LRMCയും LRACയും തുല്യമായി. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? AC മിനിമം ആയപ്പോൾ MC ഈക്വൽ ടു AC. അതേ കാര്യം തന്നെയാണ്. എന്നാൽ അവിടെ ഷോർട്ട് റൺ ആണ്, ഇവിടെ ലോങ് റൺ ആണ് എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ LRACയുടെ മിനിമത്തിൽ വെച്ച് LRMCയും LRACയും ഈക്വലായി. ആ ഈക്വൽ ആയ പോയിന്റിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടൊരു വര വരച്ചിട്ടുണ്ട്. അതെന്തിനെ കാണിക്കുന്നറിയോ? CRS, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ, തോതനുസരിച്ചുള്ള സ്ഥിര പ്രത്യായത്തെയാണ്. അതും എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. തുടക്കത്തിൽ LRACയും LRMCയും കുറയുന്നു. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. പിന്നീട് LRACയുടെ മിനിമത്തിൽ വെച്ച് LRMCയും LRACയും ഈക്വൽ ആകുന്നു. അതെന്തുകൊണ്ടാണ്? CRS, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. എന്നാൽ അതിനുശേഷം നോക്കൂ നിങ്ങൾ,
രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. LRACയും ഇൻക്രീസ് ചെയ്യുന്നു, LRMCയും ഇൻക്രീസ് ചെയ്യുന്നു. അതിന്റെ കാരണം എന്താണ്? ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. തോതനുസരിച്ചുള്ള അപജയ പ്രത്യായം. ഓക്കെ ആണല്ലോ. അതുകൊണ്ടാണ് LRACയും LRMCയും ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ 3 പാർട്ടുകളായിട്ടാണ് ഈ ഡയഗ്രത്തിനെ തിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പാർട്ട് നോക്കിക്കേ, ഇതുവരെയാണ്. അതെന്തിനെ കാണിക്കുന്നു? ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. എന്നാൽ LRACയും LRMCയും ഈക്വൽ ആയ പോയിന്റ് എന്തിനെ കാണിക്കുന്നു? CRS, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. അതിനുശേഷമുള്ള പാർട്ട് എന്തിനെ കാണിക്കുന്നു? ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, തോതനുസരിച്ചുള്ള അപജയ പ്രത്യായം. ഓക്കെ ആണോ? അത്രേ ഉള്ളൂ. മൂന്നാമത്തെ റിലേഷൻ നോക്കിക്കോളൂ. വെൻ LRAC ഡിക്ലൈനിങ്, LRMC വിൽ ബി ബിലോ LRAC. ആണല്ലോ? ശരിയാണ്. LRAC കുറയുമ്പോൾ LRMCയുടെ സ്ഥാനം എവിടെയാണ്? LRACയുടെ താഴെയാണ്. നേരത്തെ നമ്മൾ പഠിച്ച അതേപോലെ തന്നെ, പേരൊന്ന് മാറി എന്നേ ഉള്ളൂ. ഇത് ലോങ് റൺ ആണ്, അവിടെ ഷോർട്ട് റൺ ആണ്. അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ. അപ്പോൾ LRAC കുറയുമ്പോൾ LRMCയുടെ സ്ഥാനം LRACയുടെ താഴെയായിരിക്കും. ഓക്കെ ആണല്ലോ? സിമ്പിൾ ആണ്. ഇനി നോക്കിക്കേ, LRAC ഇൻക്രീസ് ചെയ്യുമ്പോൾ, വർദ്ധിക്കുമ്പോൾ LRMCയുടെ സ്ഥാനം എവിടെയാണ്? LRACയുടെ മുകളിലായിരിക്കും. ദാറ്റ് ഈസ് when LRAC increasing or rise, LRMC will be more than LRAC. അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ. അപ്പോൾ 3 റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചു. നാലാമത്തെ റിലേഷൻ എന്തായിരിക്കും? നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ. ദാറ്റ് ഈസ് LRMC cuts minimum point of LRAC from below. LRACയുടെ മിനിമം പോയിന്റിലൂടെ LRMC താഴെ നിന്ന് മുകളിലേക്ക് കട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഖണ്ഡിച്ചു പോകുന്നു. ഓക്കെ. അത്രയേ ഉള്ളൂ. നാലാമത്തെ റിലേഷൻ പഠിച്ചു. നേരത്തെ പഠിച്ച അതേ റിലേഷൻഷിപ്പ് തന്നെ ഇങ്ങോട്ടേക്ക് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് എഴുതി. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ 4 റിലേഷൻഷിപ്പ് ഓക്കെ ആണല്ലോ. SACയും SMCയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിച്ചു. അതാണ് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാറ്. എന്ന് വെച്ച് ഇത് ചോദിക്കില്ല എന്നല്ല, ഇതും ചോദിക്കും. പക്ഷേ SACയും SMCയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നോർമലി സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത്. ഓക്കെ. അപ്പോൾ LRACയും LRMCയും തമ്മിലുള്ള റിലേഷൻഷിപ്പും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഡയഗ്രാം വെരി ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടിലും. ഓക്കെ. ഡയഗ്രാം ആണ് ആദ്യം നിങ്ങൾ വരച്ചു വെക്കേണ്ടത്. അതിനുശേഷം വേണം നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് കടക്കാനായിട്ട്. ഓക്കെ. അപ്പോൾ ഇന്നെടുത്ത ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇതോടെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, ഉൽപാദനവും ചെലവും എന്ന ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 2 പാർട്ടുകളായിട്ടായിരുന്നു ഈ ചാപ്റ്റർ പഠിച്ചിരുന്നത്. ഫസ്റ്റ് പാർട്ട് പ്രൊഡക്ഷൻ, ഉൽപാദനം. സെക്കൻഡ് പാർട്ട് കോസ്റ്റ്, ചെലവുകൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.